സന്തോഷത്തോടെ ഹല്ലേലൂയ, യേശുവേ നന്ദി, ഹല്ലേലൂയ, ഹല്ലേലൂയ, യേശുവേ നന്ദി. ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയ. നല്ല അഭിഷേകത്തോടെ ഹല്ലേലൂയ. കൈകൾ ഉയർത്തുന്ന കൈയടിച്ചേ. നല്ല അഭിഷേകം. ആമേൻ, ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഈശോമിശിഹായ്ക്ക് സ്തുതി കൊടുത്തേ. കൂടെയുള്ളവർക്കെല്ലാം പ്രൈസ് ദി ലോർഡ്. ആമേൻ. സന്തോഷമാണോ? ആമേൻ, ഹല്ലേലൂയ. കർത്താവ് നമ്മെ വീണ്ടും അവിടുത്തെ സന്നിധിയിൽ നമ്മളെ ഒരുമിച്ച് കൂട്ടിയിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഓരോ ആഴ്ചയിലും ഓരോ ദശനാഴ്ചയും നിങ്ങൾ തീക്ഷ്ണതയോടെ ഇവിടെ വന്നിങ്ങനെ പ്രാർത്ഥിക്കാൻ വരുന്നത് കാണുമ്പോൾ ദൈവത്തിന് ഒരുപാട് സന്തോഷമാണ്. പ്രൈസ് ദി ലോർഡ്. കർത്താവിന്റെ വലിയ പദ്ധതി സർവോടത്തിൽ പറഞ്ഞ ഹല്ലേലൂയ. ദൈവത്തിന്റെ വലിയ പദ്ധതി അവർക്ക് പറഞ്ഞ ഹല്ലേലൂയ. ദൈവമാണ് ഒരുമിച്ച് കൂട്ടുന്നത്. തമ്പുരാന്റെ വലിയ പദ്ധതിക്ക് വേണ്ടി ദൈവം നിങ്ങളെ ഒരുമിച്ച് കൂട്ടുന്ന ശ്രേഷ്ഠമായ സമയം ആണോ? സർവോടത്തിൽ പറഞ്ഞ ഹല്ലേലൂയ. യേശുവേ നന്ദി, ഹല്ലേലൂയ. കർത്താവ് നിങ്ങളെ സ്നേഹിക്കുന്നു. ആ സ്നേഹിക്കുന്ന ദൈവം ഈ ദിവസം പ്രത്യേകിച്ച് നിങ്ങളിലേക്ക് അനുഗ്രഹം ഒരുപാട് എടുക്കാൻ പോവുക. കർത്താവിന്റെ വൻ കൃപയ്ക്ക് നന്ദി പറയാം. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയ. യേശുവേ നന്ദി. കർത്താവ് നമ്മളെല്ലാം ഒരുമിച്ച് കൂട്ടി നമുക്ക് വിടുതൽ നൽകി നമ്മളെ അനുഗ്രഹിക്കുന്ന വലിയൊരു സമയമാണിത്. എല്ലാ ദിവസവും വലിയൊരു ശക്തി ഈ സ്ഥലത്തേക്ക് ഒഴുകി ഇറങ്ങാറുണ്ട്. പ്രൈസ് ദി ലോർഡ്. ആദ്യ വെള്ളിയാഴ്ച ഒരു ഉച്ച കഴിയുമ്പോൾ മുതൽ ഇവിടെ ഒരു പവർ ഒഴുകുന്ന കാണാൻ പറ്റും ഞങ്ങൾക്ക്. പ്രൈസ് ദി ലോർഡ്. പ്രത്യേകമായൊരു ഗ്രേസ് ഈ സ്ഥലത്ത് എല്ലാ ആദ്യ വെള്ളിയാഴ്ച മുതൽ ഇങ്ങനെ ഒഴുകുന്നതാണ്. അതേസമയം നാളെ ഇന്ന് വൈകുന്നേരം വരെയുള്ള സമയങ്ങളിൽ ഒരു പ്രത്യേകമായൊരു ഗ്രേസ് ആത്മാവ് കൊടുക്കുന്നു. ശ്രമത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ. ആ സമയത്ത് ദൈവം നിങ്ങളോട് എല്ലാം ദൈവത്തിന്റെ കരുണ ഒഴുകുന്ന സമയം. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയ. ഇവിടെ വരുന്ന മക്കള് കുറവുകളും ഒത്തിരിയേറെ മുറിവേറ്റവർ, ഒരുപാട് മുറിവേറ്റ മക്കളാണ് വരാറുള്ളത്. ലോകത്തിന്റെ ഒരുപാട് മുറിവുകളേറ്റവര്, മറ്റുള്ളവരാൽ മുറിവേൽപ്പിക്കപ്പെട്ടവര്, ജീവിതത്തിന്റെ പല സാഹചര്യങ്ങളിലൂടെ വാക്കുകളിലൂടെ പ്രവർത്തികളിലൊക്കെ മുറിവേൽപ്പിക്കപ്പെട്ട മക്കളാണ്. പ്രൈസ് ദി ലോർഡ്. അവരെയാണ് കർത്താവ് പ്രത്യേകമായ വിധം കർത്താവ് അനുഗ്രഹിക്കുന്ന വലിയ ഒരു ദിവസമാണിത്. നമുക്ക് ദൈവത്തിന് നന്ദി പറയാം. നമുക്ക് പറഞ്ഞേ ഹല്ലേലൂയ. യേശുവേ നന്ദി, ഹല്ലേലൂയ. തുറന്നപ്പോഴേ കർത്താവ് എനിക്ക് തന്ന വചനം ജെറമ്യ 31:34, 24, 25, 26 വചനം. യൂദയായിലും അതിലെ നഗരങ്ങളിലും കർഷകരും ഇടയന്മാരും ഒരുമിച്ച് വസിക്കും. ക്ഷീണിതരെ ഞാൻ ശക്തിപ്പെടുത്തും, ദുഃഖിതരെ ഞാൻ ആശ്വസിപ്പിക്കും. പ്രൈസ് ദി ലോർഡ്. കർത്താവ് ഹല്ലേലൂയ, ഹല്ലേലൂയ. ക്ഷീണിതരെ ഞാൻ ശക്തിപ്പെടുത്തും, ദുഃഖിതരെ ഞാൻ ആശ്വസിപ്പിക്കും. അപ്പോൾ ഞാൻ ഉന്മേഷവാനായി ഉണർന്നു, എന്റെ ഉറക്കം സുഖകരമായിരുന്നു. ഹല്ലേലൂയ. കർത്താവ് പറയാം, ഞാൻ അവരെ സുഖപ്പെടുത്തും, ഞാൻ അവരെ അനുഗ്രഹിക്കും. കർത്താവിന്റെ വലിയ അനുഗ്രഹത്തിന്റെ വചനമാണ് നമുക്കിന്ന് കിട്ടിയിരിക്കുന്നത്. സ്വരമൂർത്തി പറഞ്ഞേ ഹല്ലേലൂയ. യേശുവേ നന്ദി. അതോടൊപ്പം തന്നെ ജെറമ്യ 31:20 മുതലുള്ള വചനം പറയുകയാണ്. വലിയ വചനം. എഫ്രായിം എന്റെ വത്സലപുത്രനല്ലേ, എന്റെ ഓമനക്കുട്ടൻ. അവന് വിരോധമായി പെരുമാറുമ്പോഴെല്ലാം അവന്റെ സ്മരണ എന്നിൽ ഉദിക്കുന്നു. എന്റെ ഹൃദയം അവന് വേണ്ടി തുടിക്കുന്നു. എനിക്ക് അവനോട് നിസ്സീമമായ കരുണ തോന്നുന്നു. കർത്താവ് അരുളി ചെയ്യുന്നു. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവിൻ നിങ്ങളോട് അതിരറ്റ കരുണ കാണിക്കുന്ന, സ്നേഹം ഒഴുക്കുന്ന വലിയൊരു ദിവസമാണ്. എല്ലാ മുറിവുകളിലേക്കും കർത്താവിന്റെ സ്നേഹത്തിന്റെ തൈലം, കർത്താവിന്റെ ചങ്കൽ നൊഴുകുന്ന രക്തവും ജലവും അത് സ്നേഹത്തിന്റെ തൈലമാണ്, സൗഖ്യത്തിന്റെ തൈലമാണ്. അത് കർത്താവ് ഇന്ന് നമ്മുടെ മേൽ ഒഴുക്കുന്ന വലിയൊരു ദിവസം. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയ. യേശുവേ നന്ദി. ഇവിടേക്ക് അവർ പക്ഷെ ആദ്യമായിട്ട് വരുന്ന ആളുകൾ കാണാനും അവർ മനസ്സിലാക്കാൻ വേണ്ടി മാത്രം പറയാം. ഇത്രയേറെ ആളുകൾ ഇവിടെ ഒരുമിച്ച് കൂടാൻ കാരണം ഇവിടെ വരുന്ന സമയങ്ങളിൽ ഇവരെല്ലാം ദൈവം ഒരുപാട് അനുഗ്രഹിക്കുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഇവിടെ വരുമ്പോൾ എല്ലാവരും മുറിവേറ്റവരും തകർന്നവരും നിങ്ങളെപ്പോലെ തന്നെ ഒരുപാട് വിഷമം അനുഭവിക്കുന്നവരുമാണ് ഇവിടെ എത്തുന്നത്. പ്രൈസ് ദി ലോർഡ്. പക്ഷെ കർത്താവ് ഈ മണിക്കൂറുകളിൽ എവിടുന്ന് ഒരു ശക്തി അവർ കൊടുക്കുന്നുണ്ട്. ഉണ്ടോ ഇല്ലയോ? യെസ് ഓർ യെസ്. ഒരു ഭയങ്കര പവർ കർത്താവ് കൊടുക്കും. അവർക്ക് പറഞ്ഞ ഹല്ലേലൂയ. കർത്താവ് മനസ്സിൽ കർത്താവ് സംസാരിക്കുന്ന അനുഭവം ഉണ്ടാകുക. സ്വരമൂർത്തി പറഞ്ഞ ഹല്ലേലൂയ. കർത്താവ് സുഖപ്പെടുത്തുന്ന അനുഭവം ഉണ്ടാകുക. കർത്താവിന്റെ സന്നിധി. ഇപ്പൊ നമ്മൾ ആയിരിക്കുന്നത് ഒരു മേഘത്തിന്റെ തണലിൽ. അവർക്ക് പറഞ്ഞ ഹല്ലേലൂയ. കർത്താവിന്റെ സാന്നിധ്യത്തിന്റെ തണലിലാണ് ഇപ്പൊ നമ്മളെല്ലാം. ഒരു ഇസ്രായേൽ ജനം ഈജിപ്തിലൂടെ കടന്നു പോയപ്പോൾ ദൈവമായ കർത്താവ് പകൽ മേഘസ്തംഭം, രാത്രി അഗ്നി വെക്കുക. അപ്പോൾ മേഘത്തിന്റെയും അഗ്നിയുടെയും തണലിൽ കൊണ്ടുപോകും. പറഞ്ഞ ഹല്ലേലൂയ.
അത് പറഞ്ഞ പോലെ ഈ മരിയൻ കൂട്ടായ്മ, ഈ കൂട്ടായ്മയുടെ മുകളിൽ ദൈവത്തിന്റെ സാന്നിധ്യം എന്നറിയാം. അതുകൊണ്ട് ഈ ഇതൊരു തണൽ മരമാക്കി ദൈവം സ്വരമോടുത്ത് പറഞ്ഞ ഹല്ലേലൂയ. അനേകം തകർന്നവർക്കും തളർന്നവർക്കും കർത്താവ് ഒരു തണൽമരമാക്കി ഇതിനെ ഉയർത്തി. ആ ദൈവത്തിന്റെ മഹത്വമാണ്. സ്വരമോടുത്ത് പറഞ്ഞ ഹല്ലേലൂയ. കൈകളടിച്ച് ദൈവത്തിന് നന്ദി പറയാൻ പറ്റുമോ? പോരാ, നന്നായിട്ട്. ആമേൻ. പ്രൈസ് ദി ലോർഡ്. അനേക വർഷങ്ങൾക്ക് മുമ്പ് 1995 ഞാൻ ഫസ്റ്റ് ഇയർ തിയോളജി ദൈവശാസ്ത്രം പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് കർത്താവ് എനിക്ക് വചനത്തിന്റെ വാതിൽ തുറന്നു തരികയും വചനം ഹൃദയത്തിൽ സംഗ്രഹിക്കുവാനും പഠിക്കുവാനും ഒരു പ്രത്യേക കൃപ തരികയും ആ നാളിൽ കർത്താവിന്റെ ശക്തി എന്നിൽ ഒരുപാട് വെളിപ്പെടുകയും ചെയ്തു. പ്രൈസ് ദി ലോർഡ്. കർത്താവ് ജീവിക്കുന്നവനാണെന്നുള്ള ഒരു അനുഭവം എനിക്കുണ്ടായത് 1995. സ്വരമോടുത്ത് പറഞ്ഞ ഹല്ലേലൂയ. യേശുവേ നന്ദി. ആ നാളുകളിൽ എനിക്ക് വചനം പഠിക്കുവാൻ ഭയങ്കര ആഗ്രഹം, കൊതിയാണ്. അപ്പോൾ ഞാൻ ഇന്റർവെൽ ടൈമുകളിൽ, പഠന സമയത്ത് ഇന്റർവെൽ ടൈമുകളിൽ, രാത്രി കാലങ്ങളൊക്കെ ഞാനിരുന്ന് മണിക്കൂറുകളിൽ നിന്ന് വചനം ഇരുന്ന് വായിക്കുന്ന വചനമെല്ലാം ഹൃദയത്തിലേക്ക് കർത്താവ് അത് നിറച്ച് മറന്നു പോകില്ല, അതേപടി ഹൃദയത്തിൽ ഉറച്ചിരിക്കുമായിരുന്നു. സ്ഥലമെടുത്ത് പറഞ്ഞ ഹല്ലേലൂയ. അതായത് യോഹന്നാൻ 6:63 എനിക്ക് വെളിപ്പെട്ട് കിട്ടി. ആത്മാവാണ് ജീവൻ നൽകുന്നത്, ശരീരം ഒന്നിനും ഉപകരിക്കുന്നില്ല. ഞാൻ നിങ്ങളോട് പറഞ്ഞ വചനം ആത്മാവും ജീവനുമാണ്. സ്ഥലമെടുത്ത് പറഞ്ഞ ഹല്ലേലൂയ. ഈ വചനം ഇങ്ങനെ ഹൃദയത്തിലോട്ട് നോക്കിച്ച് ആ വചനത്തിന്റെ ജീവനും ശക്തിയും കൊണ്ട് എന്നെ നിറയ്ക്കുകയാണ്. അപ്പൊ ആ സമയത്ത് ആ നാളെ എനിക്ക് രോഗമൊക്കെ പിടിപെടും, ശാരീരിക രോഗം പിടിക്കും. കാരണം നമുക്ക് അഭിഷേകത്തിലോട്ട് വരുമ്പോഴത്തേക്കും സാത്താൻ നമ്മളെ വെച്ചേക്കില്ല. പ്രൈസ് ദി ലോർഡ്. നമ്മളിലൂടെ ദൈവത്തിന്റെ ഒരു പദ്ധതി ഉണ്ടെന്ന് അറിയുമ്പോഴേക്കും എത്രയും പെട്ടെന്ന് നമ്മളെ തരിപ്പണമാക്കണം, തീർക്കണം എന്നതാണ് എപ്പോഴും ആരുടെ ഉദ്ദേശം? സാത്താൻ. നമുക്കറിയാം, ഈശോ ബെത്ലഹേമിൽ ജനിച്ചു വീണപ്പോഴേ ഏറ്റവും കൂടുതൽ ദേഷ്യം കേട് ആർക്കാണ്? സാത്താനാണ്. അവൻ ആരിൽ പ്രവർത്തിച്ചു? ആര് പ്രവർത്തിച്ചു? ഫെറോസ് പ്രവർത്തിച്ചു. അപ്പോൾ ഈശോയെ പിടികിട്ടാഞ്ഞുകൊണ്ട്, കൈകൾ കിട്ടാഞ്ഞുകൊണ്ട് അവൻ അരിശം കയറിയിട്ട് ആ ദേശത്തുള്ള മുഴുവൻ കുഞ്ഞുങ്ങളെയും കൂടെ അവൻ നശിപ്പിച്ച് കളയുന്ന, കൊന്നൊടുക്കുന്ന ചരിത്രം കാണാം. അപ്പോൾ ദൈവത്തിന്റെ പദ്ധതിയിലുള്ള ആളുകളെ തകർക്കുക, തരിപ്പണമാക്കുക സാത്താന്റെ വലിയൊരു പദ്ധതി. അസ്ത്രപ്പെടുത്തി പറഞ്ഞ ഹല്ലേലൂയ. ശാരീരികമായിട്ട് മാനസികമായിട്ട് പലതരത്തിൽ അവരെ പീഡിപ്പിക്കുക എന്നുള്ള ഈ പീഡനങ്ങളെല്ലാം തന്നെ എനിക്ക് കിട്ടി. ഇവർക്ക് പറഞ്ഞ ഹല്ലേലൂയ. അപ്പൊ ഒരു രാത്രിയിൽ ഞാനിങ്ങനെ വേദനയോടെ ഒത്തിരി, അപ്പൊ ഈ വചനെല്ലാം പഠിപ്പ് എന്ത് ഈശോയെ നീ എന്ത്, അപ്പൊ എനിക്ക് ഞാൻ വലിയ പ്രസംഗിക്കുന്ന ആളോ ക്ലാസ് എടുക്കുന്ന ആളോ ഒന്നുമില്ല. ഒരു സാധാരണ ഫസ്റ്റ് ഇയർ തിയോളജി പഠിക്കുന്ന സാധാരണ അല്ലാണ്ട് ഒന്നുമില്ല, പ്രത്യേകിച്ച് ഒന്നും പറയാനൊന്നുമില്ല. എന്റെ കൂടെയുള്ള മറ്റുള്ളവരെ വെച്ച് ഏറ്റവും പുറകിലായിരുന്നു ഞാൻ. അവർക്ക് പറഞ്ഞ ഹല്ലേലൂയ. ഏറ്റവും പുറകില. അപ്പൊ എല്ലാ കാര്യങ്ങളും ഞാൻ ഏറ്റവും പുറകിലായി നിൽക്കുന്നതാണ്. അപ്പോൾ പക്ഷെ ദൈവം എന്നെ തെരഞ്ഞെടുത്തു, ദൈവം എന്നിൽ പ്രവർത്തിക്കുന്നുണ്ടെന്ന് എനിക്ക് ആ ദിവസങ്ങളിലേക്ക് ശക്തമായിട്ട് അറിയാമായിരുന്നു. അവർക്ക് പറഞ്ഞ ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ. അങ്ങനെ ഒരു ദിവസം ഞാൻ ഒത്തിരിയേറെ ശാരീരിക പീഡ, മാനസിക പീഡ, എല്ലാ പീഡകളും ഏറ്റ് ഒറ്റപ്പെട്ട് ഞാനൊരു ദിവസം എന്റെ മുറിയിൽ നിന്ന് ഒത്തിരി സങ്കടം വന്നിട്ട് എനിക്ക് ഉറങ്ങാൻ പറ്റാതെ ഞാൻ രാത്രിയിൽ എന്റെ കട്ടിലിൽ നിന്ന് എഴുന്നേറ്റ് ഞാൻ എന്റെ മുറിക്കകത്ത് ഞാൻ മുട്ടുമേ നിന്നുകൊണ്ട് കരയാൻ തുടങ്ങി. പ്രൈസ് ദി ലോർഡ്. അപ്പൊ ഈശോയെ, നിനക്ക് എന്നെ കുറിച്ചുള്ള പദ്ധതി എന്താ? നിനക്ക് എന്നെ കുറിച്ചുള്ള പദ്ധതി എന്തിനാണ് ഇനി ഇതെല്ലാം പഠിക്കുന്നത്? എന്തിന്? ഇത് അഭിഷേകമാണോ? ഇത് ശരിക്കും അനോയിന്റിംഗ് ആണോ? ഇത് പരിശുദ്ധമാവാണോ? അത് വെറും തോന്നലാണോ? ഇത് തട്ടിപ്പാണോ? വെട്ടിപ്പോ? എന്താ നീ ഉദ്ദേശിക്കുന്നത്? എല്ലാം പറഞ്ഞ് ഞാനിങ്ങനെ പരാതി പറഞ്ഞ് കരഞ്ഞുകൊണ്ട് ഞാനിങ്ങനെ, അപ്പൊ എന്റെ ബൈബിൾ ഇങ്ങനെ ഞാൻ തറയിൽ വെച്ചുകൊണ്ട് അതിന് മുമ്പിൽ മുറ്റുമി. അപ്പൊ ഇങ്ങനെ ആരോ എന്നോട് പറയുക, നീ ബൈബിള് തുറന്നു വായിക്കുക. ബൈബിള് ഹല്ലേലൂയ. ബൈബിള് തുറന്നു വായിക്കുക, ബൈബിൾ തുറന്നു വായിക്കുക. എന്റെ ഉള്ളിൽ ആത്മാവിൽ ശക്തമായ പ്രേരണ കിട്ടിയിട്ട് ഞാനന്നപ്പോളെ ഒറ്റ ബൈബിൾ ഒന്ന് തുറന്നു. പ്രൈസ് ദി ലോർഡ്. തുറന്നു നേരം നോക്കുമ്പോൾ ഞാൻ കണ്ട വചനം ഏതോ ആ വചനമാണ് ഇപ്പോൾ ഞാൻ നിങ്ങളോട് മുമ്പിൽ വായിക്കാൻ പോകുന്നത്. സർവ്വത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ. എന്റെ മനസ്സിന് ശക്തി നൽകിയ വചനം ഇതായിരുന്നു. എസെക്കിയേൽ 17:22 മുതൽ 24 വരെയുള്ള വചനം. ദൈവമായ കർത്താവ് അരുളിച്ചെയ്യുന്നു, ഉയരമുള്ള ദേവദാരുവിന്റെ മുകളിൽ നിന്ന് ഒരു കൊമ്പെടുത്ത് ഞാൻ നടും. അതിന്റെ ഇളം ചില്ലകളിൽ ഏറ്റവും മുകളിലുള്ളതെടുത്ത് ഉന്നതമായ പർവ്വത ശൃംഗത്തിൽ നട്ടുപിടിപ്പിക്കും. ഇസ്രായേലിലെ പർവ്വത ശൃംഗത്തിൽ തന്നെ ഞാനത് നടും. അത് ശാഖകൾ വീശി ഫലങ്ങൾ പുറപ്പെടുവിക്കുകയും ഒരു വലിയ ദേവദാരുവായി തീരുകയും ചെയ്യും. എല്ലാത്തരം മൃഗങ്ങളും അതിന്റെ കീഴിൽ വസിക്കും. അതിന്റെ കൊമ്പുകളുടെ തണലിൽ പറവകൾ കൂടുകെട്ടും. കർത്താവായി ഞാൻ
താഴ്ന്ന മരത്തെ ഉയർത്തുകയും ഉയർന്നതിനെ താഴ്ത്തുകയും പച്ചമരത്തെ ഉണക്കുകയും ഉണക്കമരത്തെ തളർപ്പിക്കുകയും ചെയ്യുന്നുവെന്ന് വയലിലെ വൃക്ഷങ്ങളെല്ലാം അപ്പോൾ അറിയും. കർത്താവായ ഞാനാണിത് പറയുന്നത്, ഞാനത് നിറവേറ്റുകയും ചെയ്യും. കർത്താവായ ഞാനാണിത് പറയുന്നത്, ഞാനത് നിറവേറ്റുകയും ചെയ്യും. ഇന്നും എൻ്റെ ആ പഴയ ബൈബിള് നിങ്ങൾക്ക് തരികയാണെങ്കിൽ ഈ പേജ് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വായിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. പ്രിസ്തലോഷ്. കാരണം ഇത് കണ്ടപാട് ഞാൻ പൊട്ടിക്കരഞ്ഞുപോയി. എൻ്റെ കണ്ണുനീർത്തുള്ളികൾ മുഴുവനും ആ പേജിൽ ഇന്നും കിടപ്പുണ്ട്. പ്രിസ്തലോഷ്. അവിടെ മുഴുവൻ അഴുകിപ്പോയി. പ്രിസ്തലോഷ്. ഹല്ലേലൂയാ, യേശുവേ നന്ദി, ഹല്ലേലൂയാ. അപ്പൊ അന്ന് മുതൽ ഞാൻ ഈ വചനം സംഭവിക്കുമെന്ന് വിശ്വസിച്ചുകൊണ്ട് ഞാൻ മുന്നോട്ട് പോയി. ദൈവമായ കർത്താവ് വഴി നടത്തുമെന്നുള്ള വിശ്വാസത്തോട് ഞാൻ മുന്നോട്ട് പോയി. ഇടം വലം നോക്കിയില്ല, പരിഹാസങ്ങളെ ശ്രദ്ധിച്ചില്ല, വിമർശനങ്ങളെ ശ്രദ്ധിച്ചില്ല, കുറ്റപ്പെടുത്തലുകളെ ശ്രദ്ധിച്ചില്ല, ഒന്നും ശ്രദ്ധിച്ചില്ല. ഹല്ലേലൂയാ. എനിക്കറിയാമായിരുന്നു ഓരോ സെക്കൻഡിൽ എന്റെ ദൈവം എന്നെ കൈപിടിച്ച് നടത്തുന്നുണ്ടെന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ടായിരുന്നു. ഹല്ലേലൂയാ. ഞാൻ കാഞ്ഞിരപ്പള്ളി രൂപതയിലെ ഒരു ഇടവക വൈദികനാണ്. 10 വർഷം ഞാൻ ഇടവക വികാരിയായിട്ട് അസിസ്റ്റന്റായിട്ട് ഞാൻ ശുശ്രൂഷ ചെയ്തയാളാണ്. പറഞ്ഞ ഹല്ലേലൂയാ. അപ്പൊ എനിക്ക് ചിന്തിക്കും, ഇതെങ്ങനെ നടക്കും, ഇതെങ്ങനെ സംഭവിക്കും? പരിശുദ്ധ അമ്മ ചോദിക്കും, ഇതെങ്ങനെ സംഭവിക്കും? അവർക്ക് പറഞ്ഞ ഹല്ലേലൂയാ. ലോകം മുഴുവൻ പോയിട്ട് കർത്താവിന് സുവിശേഷം പ്രസംഗിക്കും, ഇതെങ്ങനെ സംഭവിക്കും? അതിന് മറുപടി ബൈബിൾ തന്നെ പറയുന്നുണ്ടല്ലോ. ലൂക്ക 1:34-35. അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ, ആ പരിശുദ്ധാത്മാവ് വരും, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ ആവസിക്കും. ഹല്ലേലൂയാ. ഇവിടെ വന്നിരിക്കുന്ന നിങ്ങളും ഇതിൽ പങ്കുപറ്റാൻ പോവാ. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയാ. നിങ്ങളിലേക്ക് അഭിഷേകം ഒഴുക്കാൻ വേണ്ടിയാ കർത്താവ് ഇതെല്ലാം മുൻകൂട്ടി ഞങ്ങളോട് ചെയ്തത്. നിങ്ങളോട് ദൈവം പ്രവർത്തിക്കാൻ വേണ്ടിയാ, നിങ്ങൾ ദൈവം ഉയർത്താൻ വേണ്ടിയാ. അതാണ് അനേകം മക്കൾക്ക് ദൈവം തണല് കൊടുക്കുന്നത്. അതാണ് ഇപ്പൊ വചനം പറഞ്ഞതുപോലെ, അതായത് ഇസ്രായേലിന്റെ പർവ്വത ശൃംഗത്തിൽ തന്നെ ഞാനത് നടും. അത് ശാഖകൾ വീശി ഫലങ്ങൾ പുറപ്പെടുവിക്കുകയും ഒരു വലിയ ദേവദാരുവായി തീരുകയും ചെയ്യും. ഹല്ലേലൂയാ. എല്ലാത്തരം മൃഗം, അത് ഇവിടെ പറഞ്ഞിട്ടുള്ളൂ, ദൈവമായ കർത്താവ് അരുളിച്ചെയ്യുന്നു, ഉയരമുള്ള ദേവദാരുവിന്റെ മുകളിൽ നിന്ന് ഒരു കൊമ്പെടുത്ത് ഞാൻ നടും, അതിന്റെ ഇളം ചില്ലകളിൽ ഇളം ചില്ലകൾ ഏറ്റവും മുകളിലുള്ളതെടുത്ത് ഉന്നതമായ പർവ്വത ശൃംഗത്തിൽ തന്നെ നട്ടുപിടിപ്പിക്കുക. പറഞ്ഞേ ഹല്ലേലൂയാ. സഹ്യപർവ്വതത്തിന്റെ ഭാഗമാണിത്. നിങ്ങൾ ആയിരിക്കുന്ന സ്ഥലം. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയാ. യേശുവേ നന്ദി. നടും ഇസ്രായേലിലെ പർവ്വത ശൃംഗത്തിൽ തന്നെ ഞാനത് നടും. പറഞ്ഞേ ഹല്ലേലൂയാ. അത് ശാഖകൾ വീശി ഫലങ്ങൾ പുറപ്പെടുവിക്കുകയും ഒരു വലിയ ദേവദാരുവായി തീരുകയും ചെയ്യും. എല്ലാത്തരം മൃഗങ്ങളും അതിന്റെ കീഴിൽ വസിക്കും. അതിന്റെ കൊമ്പുകളുടെ തണലിൽ പറവകൾ കൂടുകെട്ടും. കർത്താവായ ഞാൻ താഴ്ന്ന മരത്തെ ഉയർത്തുകയും ഉയർന്നതിനെ താഴ്ത്തുകയും പച്ചമരത്തെ ഉണക്കുകയും ഉണക്കമരത്തെ തളർപ്പിക്കുകയും. ഉണക്കമരത്തെ ദൈവം തളർപ്പിച്ച ചരിത്രമാണ് എന്റെ ചരിത്രം. പറഞ്ഞ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഉയർന്ന മരത്തെ താഴ്ത്തുകയാണ്, താഴ്ന്ന മരത്തെ. ഇതാണ് പരിശുദ്ധ അമ്മ പറഞ്ഞ ലൂക്ക 1:47. ദൈവം തന്റെ ദാസിയുടെ താഴ്മയെ കടാശ്. ഇപ്പൊ ഇവിടെ നിൽക്കുമ്പോൾ നിങ്ങൾ താഴ്മയോടെ നിന്ന് കൊടുത്താൽ മതി. നിങ്ങളൊന്നും ചെയ്യണ്ട. ദൈവവചനത്തിന് മുമ്പിൽ എളിമപ്പെട്ട് നിന്ന് കൊടുത്താൽ മാത്രം മതി. അനുസരണമുള്ള മക്കളായിട്ട് പോയാൽ മതി. എതിർ ചോദ്യങ്ങൾ ചോദിക്കാതെ വചനം പാലിച്ചാൽ മാത്രം മതി. ദൈവം നിങ്ങളെ ഉയർത്തിക്കോളും. ഹല്ലേലൂയാ. 1 പത്രോസ് 5:6-7. കർത്താവിന്റെ ശക്തമായ കരത്തിന് കീഴിൽ എങ്ങനെ നിൽക്കണം? താഴ്മയോടെ നിൽക്കുവാൻ തക്ക സമയത്ത് അവിടെ നിങ്ങളെ ഉയർത്തിക്കൊള്ളും. പറഞ്ഞേ ഹല്ലേലൂയാ. ലോകത്തിന് പ്രാഗൽഭ്യം നിറഞ്ഞ വലിയ വലിയ കാര്യങ്ങളൊന്നും അച്ഛന് പറയാനൊന്നുമില്ല. ഒന്നും പ്രത്യേകിച്ച് പൊക്കി പറയാൻ എനിക്ക് ഒന്നുമില്ല. നത്തിങ് ഈസ് ദേർ ടു ടെൽ. ആകെയുള്ളത് എനിക്ക് എന്റെ കർത്താവിന്റെ വചനം മാത്രമേ അറിയത്തുള്ളൂ. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയാ. എനിക്ക് വേറൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയാ. രാഷ്ട്രീയ കാര്യങ്ങളെ കുറിച്ച് പ്രസംഗിക്കാവെന്ന് വെച്ചാൽ ഐ എം സീറോ മൈ ഡിയർ ഫ്രണ്ട്സ്. പ്രൈസ് ദി ലോർഡ്. എനിക്ക് ഞാൻ വട്ടപൂജ്യം. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയാ. ലോകത്തിലെ ഏതെങ്കിലും തത്വശാസ്ത്രങ്ങളെ കുറിച്ച് പ്രസംഗിക്കാൻ പറഞ്ഞാൽ ഐ എം സീറോ. പറഞ്ഞേ ഹല്ലേലൂയാ. ലോകത്തിന്റെ കഴിവുകളെ കുറിച്ച് പറയാം, എനിക്കൊന്നും അറിയത്തില്ല. ആകെ എനിക്ക് അറിയാവുന്നത് എന്റെ കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ച് മാത്രമേ ഉള്ളൂ. പരിശുദ്ധാത്മാവിനെ കുറിച്ച് മാത്രമേ ഉള്ളൂ. അവന്റെ പ്രവർത്തനങ്ങളെ കുറിച്ച് അറിയത്തുള്ളൂ. മറ്റൊന്നും എനിക്ക് അറിഞ്ഞുകൂടും. പറഞ്ഞേ ഹല്ലേലൂയാ. സംഘടനാ പാഠമോ എനിക്കങ്ങനെ ഒന്നുമില്ല. ഒരു പ്രത്യേകിച്ച് ഒന്നുമില്ല. ദൈവത്തിന്റെ പരിശുദ്ധാത്മാ
പരിശുദ്ധാത്മാവിനെ മാത്രം അറിയാം. പ്രൈസ് ദി ലോർഡ്. സ്നേഹിക്കാനും അറിയാം. അത് മാത്രം സ്ഥിരപ്പെടുത്തി പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. കരങ്ങളിയോ സ്തുതിക്കട്ടെ, 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 സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പോരാ, അഭിഷേകം ഒഴുകട്ടെ, 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 ഒഴുകട്ടെ. ആമേൻ. കർത്താവായ ഏറ്റുപറഞ്ഞേ, കർത്താവായ ഞാൻ താഴ്ന്ന മരത്തെ ഉയർത്തുകയും ഉയർന്നതിനെ താഴ്ത്തുകയും പച്ചമരത്തെ ഉണക്കുകയും ഉണക്കമരത്തെ തളിർപ്പിക്കുകയും ചെയ്യുന്നുവെന്ന് വയലിലെ വൃക്ഷങ്ങളെല്ലാം അപ്പോൾ അറിയും. കർത്താവായ ഞാനാണ് ഇത് പറയുന്നത്, ഞാനത് നിറവേറ്റുകയും ചെയ്യും. സ്ഥലം കൊടുത്ത് പറഞ്ഞ ഹല്ലേലൂയ. സത്യം പറഞ്ഞാൽ ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്റെ സെമിനാരിൽ ഞാനൊരു അറിയപ്പെടുന്ന വ്യക്തിയോ മറ്റുള്ളവരാ ശ്രദ്ധിക്കപ്പെടുന്ന വ്യക്തിയോ ഒന്നും ആയിരുന്നില്ല. സീറോ. അതിന്റെ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വിഷമം വരും. സ്ഥലം കൊടുത്ത് പറഞ്ഞ ഹല്ലേലൂയ. അതായത് എന്റെ ജീവിതത്തിലുണ്ടായ അനുഭവമാണ്. പഠനമൊക്കെ കഴിഞ്ഞ് കുറെ നാളുകൾ കഴിഞ്ഞപ്പോൾ ഞാൻ ഒരിടത്ത് ശുശ്രൂഷയ്ക്ക് പോയി. ശുശ്രൂഷയ്ക്ക് പോയപ്പോൾ അവിടെ കുറെ അച്ഛന്മാരിപ്പുണ്ടായിരുന്നു. അപ്പൊ ഇരുന്നപ്പോൾ ഒരാളെ കണ്ടപ്പോൾ എനിക്ക് ഒത്തിരി സന്തോഷമായി. കാരണം ആള് എന്റെ കൂടെ 3 വർഷം പഠിച്ചയാളാണ്. അപ്പൊ എന്റെ കൂടെ പഠിച്ച ആളാണ്. ഒത്തിരി സന്തോഷം. ഓടി ചെന്നു, അച്ഛാ എന്നോട് ഞാൻ. അപ്പൊ ആളെന്നെ നോക്കുക, ആരാ എന്നോട് ചോദിക്കുക. ആവശ്യം. ഞാൻ പറയാം, എന്നെ അറിയില്ല. ഞാൻ അത് പ്രതീക്ഷിച്ചില്ല സംഭവം. എന്റെ കൂടെയുള്ള എന്റെ ഇവിടെയുള്ള പിള്ളേർക്ക് ഇതറിയാം. ആൾ വീണ്ടും ചോദിച്ചു, ഞാൻ അറിയത്തില്ലേ, സോറി എനിക്ക്. അപ്പൊ ഞാൻ പറയും, എന്നോട് എവിടെയാ പഠിച്ചത്? ഒരേ ക്ലാസ്സിൽ അടുത്തിരുന്ന എന്റെ മുന്നിലിരുന്ന സീറ്റിലിരുന്ന ആളാ 3 വർഷം. ഞാൻ പറഞ്ഞു നമുക്ക് പിന്നെ സംസാരിക്കാം എന്ന് പറഞ്ഞു. ഞാൻ നേരെ ക്ലാസ്സിൽ കയറി. ക്ലാസ് കഴിഞ്ഞു. 3 ദിവസം ധ്യാനമൊക്കെ നടത്തി കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോൾ ആള് പറഞ്ഞു, അച്ഛാ ഫാദർ ഡൊമിനിക്, ഐ ഡോണ്ട് അണ്ടർസ്റ്റാൻഡ്, എനിക്കങ്ങ് പിടി കിട്ടുന്നില്ലല്ലോ. ഞാൻ പറഞ്ഞ കുഴപ്പമില്ല, വീട്ടിൽ ചെന്നിട്ട് വീട്ടിൽ ചോദിക്കാൻ പറഞ്ഞു. യേശുവേ നന്ദി. ആള് പുറത്തിറങ്ങിയിട്ട് പെട്ടെന്ന് പുള്ളിയുടെ സഹോദരിയെ വിളിച്ചു, ഇങ്ങനൊരു അച്ഛൻ എന്നോട് പറഞ്ഞു എന്റെ ക്ലാസ് പറഞ്ഞു. എന്റെ പൊന്നെ, അച്ഛന് നിങ്ങളുടെ കൂടെ പഠിച്ച ആളാ. അയ്യോ. അപ്പൊ എന്നെ ഫോണിൽ വിളിച്ചു, സോറി ഫാദർ. ഞാൻ പറഞ്ഞു, സാരമില്ല, ഇതെനിക്ക് ഈശോ തന്ന വലിയൊരു അനുഭവമാണ്. കൂടെ ആരും കുഴപ്പമില്ല, എല്ലാവരും അവഗണിക്കപ്പെട്ടയാളായിരുന്നു. ഇവിടെ നിർത്തിയിരിക്കുന്നത് ആരെന്നറിയാവോ? പറയാമോ? ആരാണത്? ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട മക്കളോട് ഞാൻ പറഞ്ഞു, മറ്റൊന്നും പറയാനല്ല. ഏറ്റവും ചെറിയവരാണ് നിങ്ങൾ തോന്നുമ്പോ നിങ്ങളെ തന്നെ ആരുടെ കൈ കൊടുക്കണം? പറഞ്ഞേ, കർത്താവിന്റെ കൈ കൊടുക്കുക. അവഗണിക്കപ്പെട്ടവരും തീർത്തുമുറിവേറ്റവരും എല്ലാവരാലും അവഹേളിക്കപ്പെട്ടവരും ആയിരിക്കാം നിങ്ങൾ. പക്ഷേ ഞാൻ ആകെ ഒരു വചനം വിശ്വസിച്ചുള്ളൂ. 1 പത്രോസ് 5:6-7 കർത്താവിന്റെ ശക്തമായ കരത്തിന് കീഴിൽ താഴ്മയോടെ നിൽക്കുവിൻ, തക്ക സമയത്ത് അവിടെ നിങ്ങളെ ഉയർത്തിക്കൾ. സ്ഥലമടുത്ത് പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരുപക്ഷെ കൂട്ടായ്മയിൽ ആരാലും ശ്രദ്ധിക്കപ്പെടാത്ത ആളുകൾ കാണും. ക്ലാസ് മുറി പഠിക്കുന്ന കുഞ്ഞുങ്ങൾ ആരാലും ശ്രദ്ധിക്കപ്പെടാത്ത ആളുകൾ കാണും. കുടുംബത്തിൽ കാണാം, എല്ലാവരാലും അവഗണിക്കപ്പെട്ടവർ കാണും. ഞാൻ പറയും, അവരെ ആയിരിക്കും ദൈവം തെരഞ്ഞെടുക്കാൻ പോകുന്നത്. അവരെയാണ് ദൈവത്തിന് ആവശ്യം. ഹല്ലേലൂയ. സുവിശേഷത്തിന് ആവശ്യം അവരെയാണ്. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയ. ദൈവരാജ്യത്തിന് ആവശ്യം അവരെയാണ്. പറഞ്ഞേ ഹല്ലേലൂയ. മറ്റാരും അവര് ഈ കൂട്ടായ്മയിൽ ഏറ്റവും കൂടുതൽ മുറിവേറ്റിരിക്കുന്നവര്, തളർന്നിരിക്കുന്നവര്, അവഗണിക്കപ്പെട്ടവര് ഇല്ല. അതാണ് വചനത്തിൽ പറയുന്നുണ്ടല്ലോ. 2 കരങ്ങൾ സ്തുതിച്ച് ഹല്ലേലൂയ, ഹല്ലേലൂയ. അഭിഷേകം ഒഴുകട്ടെ. പോരാ. ഉച്ചത്തില് യേശുവേ സ്തുതിക്കുന്നു. ആമേൻ. സർവ്വത്തെ പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ,
അന്ന് ആ സംഭവം ഉണ്ടാക്കിയപ്പോൾ ഒരുപാട് ഞാൻ ദൈവത്തിന് നന്ദി പറഞ്ഞു. കർത്താവേ, ഈ നന്ദി പറഞ്ഞു ഒരുപാട്. എനിക്കറിയാമായിരുന്നത് കാരണം നിന്റെ കൃപയാണ് എന്നെ ഇവിടെ നിർത്തിയിരിക്കുന്നത്. സ്വരമൂർത്തി പറഞ്ഞേ ഹല്ലേലൂയ. നിന്റെ കൃപയാണെല്ലാം ഞാനല്ല, ഞാൻ സീറോ ആയിരുന്നു എന്നുള്ള സുബോധം അന്നും ഇന്നും എനിക്കുണ്ട്. പ്രൈസ് ദി ലോർഡ്. അതൊന്നും ഞാൻ സൂക്ഷിക്കും. ഞാൻ സീറോ ആയിരുന്നു. ഞാൻ പറയുന്നത് മക്കളെ, ഇന്ന് അച്ഛൻ പ്രാർത്ഥിക്കുമ്പോൾ രോഗി സുഖപ്പെടുന്നത് അതെന്റെ കഴിവല്ല, കർത്താവിന്റെ കഴിവാണ്. സ്വരമൂർത്തി പറഞ്ഞേ ഹല്ലേലൂയ. കർത്താവിന്റെ ശക്തിയാണ്. ഒരാൾക്കൊരു ഉപദേശം കൊടുക്കുമ്പോൾ ആള് രക്ഷപ്പെട്ടു പോകുന്നത് അതെന്റെ കഴിവല്ല, അത് കർത്താവാണ്. സ്വരമൂർത്തി പറഞ്ഞേ ഹല്ലേലൂയ. ബൈബിള് പറയുന്നുണ്ടല്ലോ, 1 കൊരിന്തോസിന്റെ 1-ാം അധ്യായത്തിന് 26 മുതൽ 30 വരെയുള്ള വചനം. സഹോദരരെ, നിങ്ങൾ ലഭിച്ചിരിക്കുന്ന ദൈവവിളിയെപ്പറ്റി ചിന്തിക്കുവിൻ. ലൗകിക മാനദണ്ഡമനുസരിച്ച് നിങ്ങളിൽ ബുദ്ധിമാന്മാർ അധികമില്ല, ശക്തരും കുലീനരും അധികമില്ല. എങ്കിലും വിജ്ഞാനികളെ ലജ്ജിപ്പിക്കുവാൻ ലോകദൃഷ്ടിയിൽ ഭോഷന്മാരായവരെ ദൈവം തിരഞ്ഞെടുത്തു. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയ. വിജ്ഞാനികളായവരെ ലജ്ജിപ്പിക്കാൻ ലോകദൃഷ്ടിയിൽ ആരെ തിരഞ്ഞെടുത്തു? ഭോഷന്മാരെ ദൈവം തിരഞ്ഞെടുത്തു. ശക്തമായവയെ ലജ്ജിപ്പിക്കുവാൻ ലോകദൃഷ്ടിയിൽ അശക്തമായവയും നിലവിലുള്ളവയെ നശിപ്പിക്കുവാൻ വേണ്ടി ലോകദൃഷ്ടിയ നിസാരങ്ങളായവയും അവഗണിക്കപ്പെട്ടവയും ഇല്ലായ്മയെ തന്നെയും ദൈവം തിരഞ്ഞെടുത്തു. പ്രൈസ് ദി ലോർഡ്. ഇതേറ്റ് പറഞ്ഞ് ഇന്ന് തെരഞ്ഞെടുപ്പ് ഉണ്ടാകാൻ പോവാ. ഇന്ന് ഈ കൂട്ടായ്മയിൽ ഈ വചനം എന്തിനാ തരുന്നറിയാമോ? ഇന്ന് ഈ കൂട്ടായ്മയിൽ കുറെ നിസ്സാരനായവരെയും ഭോഷന്മാരെയും അവഗണിക്കപ്പെട്ടവരെയും ഇല്ലായ്മകളെയും ദൈവം തന്റെ ആത്മാവിനാൽ നിറയ്ക്കും എന്ന് പരിശുദ്ധാത്മാവ് ഇന്ന് എനിക്ക് ഉറപ്പ് തന്നിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഇത് ഒരുപാട് മക്കൾ ഈ കൂട്ടായ്മ നിസ്സാരരായവര്, ഭോഷന്മാരായവര്, അവഗണിക്കപ്പെട്ടവര്, ഇല്ലായ്മയായവര്, അവരെ ദൈവം തന്റെ ആത്മാവിനാൽ നിറയ്ക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അഭിഷേകട്ടെ പ്രാർത്ഥിക്കുന്നു. ആമേൻ. ഏറ്റു പറയാമോ അച്ഛനോട് ചേർന്ന്? സഹോദരരെ, നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന ദൈവവിളിയെ പറ്റി തന്നെ ചിന്തിക്കുവിൻ. ലൗകിക മാനദണ്ഡമനുസരിച്ച് നിങ്ങളിൽ ബുദ്ധിമാന്മാർ അധികമില്ല, ശക്തരും കുലീനരും അധികമില്ല. എങ്കിലും വിജ്ഞാനികളെ ലജ്ജിപ്പിക്കാൻ ലോകദൃഷ്ടിയിൽ ഭോഷന്മാരായവരെ ദൈവം തെരഞ്ഞെടുത്തു. ആരെ തെരഞ്ഞെടുത്തത്? ഭോഷന്മാർ. വീണ്ടും പറഞ്ഞ് അടുത്ത വചനം, അതായത് ശക്തമായവയെ, ഏറ്റവും ഉറക്കെ പറഞ്ഞ് ശക്തമായവയെ ലജ്ജിപ്പിക്കുവാൻ ലോകദൃഷ്ടിയിൽ അശക്തമായവയും നിലവിലുള്ളവയെ നശിപ്പിക്കുവാൻ വേണ്ടി ലോകദൃഷ്ടിയ നിസാരങ്ങളായവരെയും അവഗണിക്കപ്പെട്ടവയെയും ഇല്ലായ്മയെ തന്നെയും ദൈവം തെരഞ്ഞെടുത്തു. സർവ്വത്തെ പറഞ്ഞേ ഹല്ലേലൂയ. ഈ കൂട്ടായ്മയിൽ ഏറ്റവും നിസാരമായ വ്യക്തി, ആ വ്യക്തിയാണ് ദൈവം തെരഞ്ഞെടുക്കാൻ ആഗ്രഹിക്കുന്നത്. ഇല്ലായ്മ, മാതാപിതാക്കളാൽ അവഗണിക്കപ്പെട്ടവര്, ജീവിത പങ്കാളിയാൽ അവഗണിക്കപ്പെട്ടവര്, മക്കളാൽ അവഗണിക്കപ്പെട്ടവര്, നാട്ടുകാരാൽ അവഗണിക്കപ്പെട്ടവര്, ഇല്ലായ്മ, കഴിവില്ലാത്തവര്, ബലഹീനരായവർ, തളർന്നവര്, അവരെയാണ് ദൈവം തന്റെ ആത്മാവിനെ കൊടുത്ത് ശക്തിപ്പെടുത്താൻ പോകുന്നത്. വിശ്വസിക്കുന്ന മക്കളെ, വിശ്വസിക്കുന്ന ഹല്ലേലൂയ. നീ നിസ്സാരനാണ്, നീ ഒന്നുമില്ലാത്തവനാണ്, അവഗണിക്കപ്പെട്ടവനാണെങ്കിൽ കരമുയർത്തുക. അവഗണിക്കപ്പെട്ടവൻ, ഒരുപാട് അവഗണിക്കപ്പെട്ടവളാണ് ഞാൻ, ഒരുപാട് അവഗണിക്കപ്പെട്ടവനാണ് ഞാൻ. അങ്ങനെ കരുതുന്ന മക്കൾ 2 കരം ഉയർത്തിപ്പിടിക്കട്ടെ. ഒരുപാട് നിസ്സാരതയുള്ള വ്യക്തിയാണ് ഞാൻ, ഒന്നുമില്ലാത്ത വ്യക്തിയാണ് ഞാൻ, എന്റെ മനസ്സ് മുഴുവൻ ദുഃഖമാണ്. അങ്ങനെ കരുതുന്ന മക്കളൊക്കെ ഈശോയുടെ മക്കളെ കരമുയർത്തിപ്പിടിച്ചിട്ട് ദൈവം തന്നെ ദാസിയുടെ താഴ്മയെ കടാക്ഷിച്ചു എന്നത് ഈ പരിശുദ്ധമ പറഞ്ഞില്ലേ, ആ തമ്പുരാന്റെ മക്കളെ കരമുയർത്തിപ്പിടിച്ചുകൊണ്ട് ഈശോയെ എന്ന് വിളിക്കട്ടെ, 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 വിളിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. ആത്മാവിനെ കൊടുക്കണമേ, ആത്മാവിനെ കൊടുക്കണമേ, ആത്മാവിനെ കൊടുക്കണമേ, ആത്മാവിനെ തരണമേ. കൈകളടിച്ച് ദൈവത്തിന് നന്ദി പറഞ്ഞ മക്കളെ പോരാ. 9 ക്രമം വലിയ കൃപ ഒഴുകുകയാണ്, വലിയ കൃപ ഒഴുകുക, വലിയ കൃപ, വലിയ കൃപ, വലിയ കൃപ. ആമേൻ. ശ്രമത്തിൽ പറഞ്ഞ് യേശുവേ നന്ദി. അപ്പൊ ദൈവം തെരഞ്ഞെടുപ്പിന്റെ രഹസ്യം അതാണ്. പോഷന്മാര്, ലോകദൃഷ്ടിയ പോഷന്മാര്, നിസ്സാരമായത്, ഇല്ലായ്മയുള്ളത്,
അവഗണിക്കപ്പെട്ടു. വലിയ യുക്തിയോ കഴിവൊന്നുമില്ല. ഇവിടെ ശുശ്രൂഷ ചെയ്യുന്ന എൻ്റെ കൂടെയുള്ള കുഞ്ഞുങ്ങൾ ആരും വലിയ ബുദ്ധിമാന്മാരോ വലിയ കഴിവുള്ളവരോ വലിയ പാണ്ഡിത്യമുള്ളവരോ സംഘടനാ പാഠവുമുള്ളവരോ ഒന്നും അറിയത്തില്ലാത്ത കുറെ പൊട്ടത്തരം പിടിച്ച കുഞ്ഞുങ്ങൾ ഞാൻ പറയും. പക്ഷേ അവര് പൊട്ടന്മാരല്ല. കാരണം അവരുടെ കൂടെ ആരുണ്ട്? ദൈവമുണ്ട്. സർവ്വത്തിൽ ഹല്ലേലൂയ, യേശുവേ നന്ദി. ഭൂമിയിലെ വസ്തുക്കൾ അവർക്ക് നിർമ്മിക്കാൻ അറിയില്ലായിരിക്കും, പക്ഷേ ഒരു ആത്മാവിനെ സ്വർഗത്തിനു വേണ്ടി നേടിയെടുക്കാൻ അവർക്കറിയാം. ഭൂമിയിലെ വസ്തുക്കൾ നിർമ്മിക്കാൻ അവർക്കറിയില്ലായിരിക്കാം, അല്ലെങ്കിൽ അവർക്കൊരു കെട്ടിടം നിർമ്മിക്കാൻ അറിയില്ല, കാശുണ്ടാക്കാനുള്ള വഴികളൊന്നും അവർക്കറിയത്തില്ലായിരിക്കും. അവർക്കതൊന്നും അറിയത്തില്ല. കാശുണ്ടാക്കാൻ വേണ്ടി അവന്റെ 10,000 രൂപ കൊടുത്തു കഴിഞ്ഞാൽ ഒരു ദിവസം കൂടെ 10,000 രൂപ തീർത്തുകൊണ്ട് വരും. അങ്ങനെയുള്ളത് തന്നെയാണ് സർവ്വത്തിൽ പറഞ്ഞ ഹല്ലേലൂയ. പക്ഷേ ഒരാത്മാവിനെ നേടിത്തരാവോ ചോദിച്ചു കഴിഞ്ഞാൽ അവര് വേഗത്തിൽ അതിനെ പിടിച്ചെടുത്ത് കർത്താവിന് കൊടുക്കുന്നതായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. അതാണ് കൃപ കിട്ടിയ മക്കള്. ദൈവമാണ് അവർക്ക് അഭിഷേകം കൊടുത്തത്. ദൈവമാണ് അഭിഷേകം കൊടുത്തത്. പരിശുദ്ധാത്മാവാണ് അവർ പ്രവർത്തിച്ചത്. അവിടെ ഈ കൂട്ടായ്മയിലേക്ക് നിസ്സാരരായ മക്കള് അവരെയാണ് ദൈവം ഇന്ന് തെരഞ്ഞെടുക്കാൻ പോകുന്നത്. വിശ്വസിച്ചാൽ മതി. നിനക്ക് ഇപ്പൊ അഭിഷേകം കിട്ടട്ടെ ഞാൻ പ്രാർത്ഥിക്കുന്നു. നിനക്ക് സൗഖ്യം കിട്ടട്ടെ എന്ന് അച്ഛൻ പ്രാർത്ഥിക്കുന്നു. ആമേൻ. ഹല്ലേലൂയ. കർത്താവിന്റെ ശക്തി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഞങ്ങളുടെ കൂട്ടായ്മയുള്ള ഒരു സിസ്റ്റർ പറയുമായിരുന്നു, അച്ഛാ, ഒരു രോഗിയായ ഒരു വ്യക്തി, ബ്രസ്റ്റ് ക്യാൻസർ ഉള്ള ഒരു മകള്, അതുപോലെ തന്നെ വയറിനകത്ത് ക്യാൻസർ രോഗങ്ങള്, അതുപോലെ തന്നെ ലങ്സ് സംബന്ധമായ പ്രശ്നമുള്ള ഒരു സ്ത്രീ പ്രാർത്ഥിക്കാൻ വന്നു. പാവപ്പെട്ട് കന്യാസ്ത്രീ എന്നാ ചെയ്യണമെന്ന് അറിഞ്ഞുകൂടാ. തലയൊക്കെ വെച്ച് കുറച്ചു നേരം സ്തുതിച്ചു. സ്തുതിച്ചുകൊണ്ടിരിക്കുമ്പോണ്ട് ആത്മാവ് ഈ സിസ്റ്ററിലൂടെ ആ കുഞ്ഞിലേക്ക് ഇറങ്ങി. ആ കുഞ്ഞ് ബോധം കെട്ട് താഴെ വീണു. ആ കുഞ്ഞിന്റെ ബന്ധനം അഴിഞ്ഞു. ആ കുഞ്ഞ് സുഖം പ്രാപിച്ചു. എഴുന്നേറ്റ് വരുമ്പോൾ ആൾ പറയാ, ഞാൻ സുഖപ്പെട്ടിരിക്കുന്നു. ക്യാൻസർ എല്ലാം മാറി, മൊത്തം മാറി. ദൈവം തെരഞ്ഞെടുക്കുകയാ പോഷന്മാരായവരെ, ഇല്ലായ്മയെ ഒന്നുമില്ലാത്തവരെ. ദൈവമായ കർത്താവ് തന്റെ സഭയെ സ്ഥാപിക്കാൻ വേണ്ടി തെരഞ്ഞെടുത്തത് പ്രാഗൽഭ്യമുള്ളവരെയോ പാണ്ഡിത്യമുള്ളവരെയോ വിദ്യാസമ്പന്നരായവരെയോ അല്ലല്ലോ. ആരെയുമല്ല. അന്നത്തെ പുരോഹിതരെയല്ല, അന്നത്തെ നിയമജ്ഞരെയല്ല, അന്നത്തെ പരിസയരെയല്ല. വെറും സാധാരണ ആരെ തെരഞ്ഞെടുത്ത് പറയാമോ? ആരെ തെരഞ്ഞെടുത്ത്? വെറും മുക്കുവന്മാരെ, ഒന്നും അറിയത്തില്ലാത്ത മുക്കുവന്മാരെ തെരഞ്ഞെടുക്കുന്ന ദൈവം. അതാണ് ദൈവത്തിന്റെ തെരഞ്ഞെടുപ്പിന്റെ മഹാ രഹസ്യം. ദൈവം തെരഞ്ഞെടുക്കുന്ന മുക്കുവന്മാര്, ഒന്നുമില്ല പാവപ്പെട്ട മനുഷ്യര്. അവരിങ്ങനെ രാത്രി പോയി മത്സ്യബന്ധനം നടത്തും. ആ മത്സ്യം കൊണ്ടുപോയിട്ട് വിൽക്കും, അതുകൊണ്ട് ജീവിക്കും, വീണ്ടും മത്സ്യബന്ധനം. ഇങ്ങനെയുള്ള ജീവിതം നയിക്കുന്ന സാധാരണ പരുക്കൻ ജീവിതം, പ്രത്യേകിച്ച് കൾച്ചറോ സംസ്കാരങ്ങളോ ഒന്നും നേടാത്ത ഒരു പ്രത്യേകതരം സമൂഹങ്ങൾ. ഹല്ലേലൂയ. നാഗരികതയുടെയോ അല്ലെങ്കിൽ അങ്ങനെയുള്ള യാതൊരു സാധാരണ സത്യമുള്ളവർ. ഹല്ലേലൂയ. വക്രതയോ വഞ്ചനയോ തട്ടിപ്പോ വെട്ടിപ്പോ. കടലിൽ പണിയാൻ പോകുന്നവന് കള്ളത്തരം കാണിക്കാൻ പറ്റില്ല. അവിടെ പോകുന്നവൻ സത്യസന്ധനായിരിക്കണം. അത് അപകടം പിടിച്ച പോക്കാണത്. അവിടെ സത്യവും നീതിയില്ലാതെ പോകാൻ പറ്റില്ല. ഹല്ലേലൂയ. നേരെ പോകുക, ഉള്ളത് വാ തുറന്ന് പറയും, ചെറിയാണ് തെറി വിളിച്ചു പറയും. ഒരു സാധാരണക്കാരെ മനുഷ്യർ, അവരെയാണ് ദൈവം തന്റെ രക്ഷാകര പദ്ധതിയുടെ നെടും തൂണുകളായിട്ട് ദൈവം തെരഞ്ഞെടുത്തത് എന്നുള്ള കാര്യം നിങ്ങൾ മറക്കരുത്. അതുകൊണ്ട് ഇവിടെ ഇരിക്കുന്ന മാതാപിതാക്കളെ, എന്റെ സഹോദരങ്ങളെ, ഈ കൂട്ടായ്മയിൽ ഏറ്റവും നിസ്സാരരായ മക്കള്, ഞാൻ ചെറിയവനാണ്, ഞാൻ അവഗണിക്കപ്പെട്ടവളാണ്, ഞാൻ ഒന്നുമില്ലാത്തവളാണ് എന്ന് കരുതി ദൈവസന്നിധി നിൽക്കുന്ന മക്കളെയാണ് ദൈവം തന്റെ പദ്ധതിക്ക് വേണ്ടി, രക്ഷാകര പദ്ധതിക്ക് വേണ്ടി ദൈവം തെരഞ്ഞെടുപ്പ് നടത്താൻ. ഹല്ലേലൂയ. രണ്ട് കരമുയർത്തി ഹല്ലേലൂയ, ഹല്ലേലൂയ. അവിടെയാണ് ദൈവം തന്റെ കൃപ കൊടുക്കുക. ദൈവം തന്റെ കൃപ ഒന്നുമില്ലാത്തവന് ദൈവം കൊടുക്കുന്നതാണ്. ഇപ്പൊ സ്വന്തമായി പണമുള്ളവന് ആരും പണം കൊടുക്കാറില്ലല്ലോ. കാശുള്ള എനിക്കൊരു 50 ലക്ഷം രൂപ, 1 കോടി രൂപ, 2 കോടി രൂപ എന്റെ കൈവശമുണ്ട്, പിന്നെ ഞാൻ ആരോടും ചോദിക്കാറില്ല, ആരും എനിക്ക് തരാറുമില്ല, മേടിക്കുന്നുമില്ല. സർവ്വത്തെ പറഞ്ഞ ഹല്ലേലൂയ. ഇല്ലാത്തവന് നമ്മൾ കൊടുക്കും. പറയാം, എനിക്ക് ഒന്നുമില്ല, എനിക്ക് വീടില്ല, അല്ലെങ്കിൽ എനിക്ക് പട്ടിണിയ, ഭക്ഷണമില്ല, എനിക്ക് വസ്ത്രമില്ല. അപ്പൊ നിനക്ക് ഒരു ഇരിക്കട്ടെ, ഒരു 10,000 രൂപ ഇരിക്കട്ടെ, അല്ലെങ്കിൽ 5,000 രൂപ ഇരിക്കട്ടെ, അവന് കൊടുക്കുക. അത് കൃപയാ, ദാനമായിട്ട് കൊടുക്കുക. സർവ്വത്തെ പറഞ്ഞ ഹല്ലേലൂയ. അപ്പോൾ ഒന്നുമില്ലാത്തവന് ദൈവം കൊടുക്കുന്ന ദാനമാണ് കൃപ. ഹല്ലേലൂയ. നിസ്സാരന് ദൈവത്തിന്റെ ശക്തിയോ. പഴയ നിയമവും പുതിയ നിയമവും ധ്യാനിക്കുമ്പോൾ ദൈവത്തിന്റെ പ്രത്യേകത ഉണ്ട്. പാവങ്ങളുടെ പക്ഷം ചേരുന്ന ദൈവം. ഹല്ലേലൂയ, ഹല്ലേലൂയ.
ഈ ദിവസങ്ങളിൽ മാർപ്പാപ്പയുടെ അപ്പോസ്തോലിക ലെറ്റർ വന്നിട്ട് ഭയങ്കര മനോഹരമായത് മേഴ്സി മീറ്റ്സ് മിസറി. പ്രൈസ് ദി ലോർഡ്. കരുണ മിസറി, അതായത് സഹനമെടുക്കുന്ന വേദനിക്കുന്നവരിലേക്ക് അത് കണ്ടുമുട്ടുന്നു, തകർന്നിരിക്കുന്നവരെ കണ്ടുമുട്ടുന്നു. ആ ഒരു വലിയ സംഭവം പറയാം. അപ്പോൾ ദൈവത്തിന്റെ കരുണ തകർന്നിരിക്കുന്ന ആളുകളുടെ അടുക്കിലേക്കാണ് പോകുന്നത് എന്നാണ് മാർപ്പാപ്പ പറയുന്നത്. ഹല്ലേലൂയ. മുറിവേറ്റവരിലേക്ക് മേഴ്സി മീറ്റ്സ് മിസറി. ഹല്ലേലൂയ. തകർന്നിരിക്കുന്ന മക്കളിലേക്ക് ദൈവത്തിന്റെ കരുണ ഒഴുകുക, മുറിവേറ്റവരിലേക്ക് ദൈവത്തിന്റെ കരുണ ഒഴുകുക, സമരിയാക്കാരിലേക്ക് കർത്താവിന്റെ കരുണ ഒഴുകുക, പാവനിലേക്ക് ദൈവത്തിന്റെ കരുണ ഒഴുകുക, തകർന്നിരിക്കുന്ന സഖേവസിന്റെ അടുക്കലേക്ക് ദൈവത്തിന്റെ കരുണ ഒഴുകി എത്തുക. അവിടെയൊക്കെ എളിമപ്പെടുന്ന വ്യക്തിയാണ്. സ്ഥലമടുത്ത് പറഞ്ഞ ഹല്ലേലൂയ. സഖ്യബോസ് നോക്കി, അവനെ ജാട കളഞ്ഞു, അവനെ മരത്തിന്റെ മുകളിൽ കയറുക, ഒരു കയറി അവന് ഒരു മരം കയറുന്നവനെ പോലെ കയറി മട്ട കയറുക. ധനവാൻ അവൻ എളിമപ്പെടുകയാണവൻ, അവനൊന്നും അല്ലാത്തവനെ നിൽക്കുകയാണവൻ. അവൻ ദൈവത്തെ കാണാൻ വേണ്ടി കൊതിക്കുന്നവന്. അവന് പണമുണ്ടെങ്കിലും അവൻ ജീവിതത്തിൽ സ്വസ്ഥത കിട്ടിയിട്ടില്ല. സ്വസ്ഥത കിട്ടണമെങ്കിൽ ജീവിക്കുന്ന ദൈവത്തെ കാണണം. ഉണ്ടെങ്കിലും ദൈവത്തെ കാണാം. എന്റെ മോനെ, ഡോക്ടറാകാം, എഞ്ചിനീയർ ആകാം, എന്തെല്ലാം കഴിവുള്ള വ്യക്തിയാകാം. പക്ഷേ ദൈവത്തെ കണ്ടുമുട്ടിയില്ലെങ്കിൽ കുറവുള്ള വ്യക്തിയാ, കുറഞ്ഞുള്ള വ്യക്തി. അതാണ് ഇതിന്റെ പ്രശ്നത്തിന് കാരണം. നമ്മുടെ കൂട്ടത്തിൽ കുറ്റം പറയുന്നവരും പരദൂഷണം പറയുന്നവരും ഈ പാര വെക്കുന്നവരും അല്ലെങ്കിൽ തെറി വിളിക്കുന്നവരും ശാപം പറയുന്നവരും വിമർശിക്കുന്നവരും സഭയെ അച്ഛന്മാരെ ഒക്കെ തകർക്കാനായിട്ട് പറ്റുന്നതിന് പരമാവധി ചെയ്യുന്നതുമായ ആളുകൾ ഒത്തിരി കാണുമായിരിക്കും. എന്താ അവർക്ക് സത്യം പറഞ്ഞാൽ അവരെല്ലാം തകർന്ന മക്കളാണ്. പ്രൈസ് ദി ലോർഡ്. ഒരു വിധത്തില് വേറെ വിധത്തില് ഒരുപാട് മുറിവേറ്റ മക്കളാണ്. സർവ്വ ഹല്ലേലൂയ. ഇപ്പൊ കുറ്റം പറച്ചിലും പാകയും വീട്ടിൽ കിടന്ന പ്രശ്നം, ഭാര്യയും ഭർത്താവും തമ്മിൽ അടിപിടി വഴക്ക്, ഇത് മുഴുവൻ മുറിവേറ്റിയ മനസ്സ് മുഴുവൻ തരിപ്പണമായിട്ടിരിക്കുക. ശ്രമത്തിൽ ഹല്ലേലൂയ. ഇത്തരം മക്കളോട് ഞാൻ നിങ്ങൾ ഈശോയെ വിളിക്കും. മക്കളെ, നിങ്ങളുടെ പ്രശ്നം മാറാൻ നിങ്ങളിൽ ആശ്രയിക്കരുത്. നിങ്ങൾ ആരെ വിളിക്കണം? യേശു. എന്റെ ഈശോയെ എന്റെ ജീവിതത്തിൽ കടന്നു വരണമേ എന്ന് പ്രാർത്ഥിക്കണം. സ്ഥലപ്പെടുത്തി പറയും ഹല്ലേലൂയ. തീർച്ചയായിട്ടും ഈശോ കടന്നു വന്നിട്ട് നിന്റെ മുറിവ് കർത്താവ് സുഖപ്പെടും. നീ വിശ്വസിച്ചാൽ മതി. നിനക്ക് ദൈവമുണ്ടെന്ന് വിശ്വസിച്ചാൽ. സ്ഥലപ്പെടുത്തി പറയും ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തുതിക്കട്ടെ. രണ്ട് കരമയ സ്തുതിക്കട്ടെ. പോരാ 90 അപ്പോ അഭിഷേകം വ്യാപരിക്കട്ടെ. ചങ്ങലകളെല്ലാം പൊട്ടട്ടെ, ബന്ധനങ്ങൾ മൊത്തം പൊട്ടട്ടെ. കേട്ടാടിയട്ടെ. ആമേൻ. അതുകൊണ്ട് ദൈവത്തിന്റെ തെരഞ്ഞെടുപ്പ് എന്നൊക്കെ നസ്രത്തിലെ പാവപ്പെട്ട പെൺകൊച്ചിന്റെ അടുത്തിലേക്ക് മറിയമെന്ന് പറയുന്ന മകളുടെ അടുക്കിലേക്ക് ദൈവദൂതൻ ചെല്ലുന്നത് കണ്ടില്ലേ? അപ്പോൾ വളരെ നിഷ്കളങ്കയായി വിശുദ്ധിയിൽ ജീവിക്കുന്ന, എളിമയോടെ ജീവിക്കുന്ന, ദൈവഭക്തിയിൽ ജീവിക്കുന്ന പാവപ്പെട്ട പെൺകൊച്ചിന്റെ അടുക്കിലേക്ക് ചെല്ലുന്നത് കണ്ടില്ലേ? പ്രൈസ് ദി ലോർഡ്. സർവ്വ ഹല്ലേലൂയ. ഈശോ ദൈവം തെരഞ്ഞെടുക്കുന്നത് പരിശുദ്ധ അമ്മ യൗസേപ്പിതാവിന്. യേശുപിതാവ് ഒരു മരപ്പണിക്കാരനായ സാധാരണക്കാരനായ വ്യക്തി, ഒരു ആശാരിയായ വ്യക്തി, ഒരു സാധാരണക്കാരനായ ജീവിതത്തിൽ ഈശോ കയറി ചെല്ലുക. അല്ല, പ്രാഗൽഭ്യമുള്ള ആളാണ്. ദൈവത്തിന്റെ തെരഞ്ഞെടുപ്പ് എപ്പോഴും അങ്ങനെയാ. നിസ്സാരരായവരുടെ അടുക്കിലേക്ക് ദൈവം ചെല്ലുന്നു. ദൈവത്തിന്റെ പ്രവൃത്തി മുഴുവൻ അങ്ങനെ. ഒരു നിസ്സാരരായവരെ, ലോകദൃഷ്ടിയ ഭോഷന്മാരായവരെ, ഇല്ലായ്മ, അവഗണിക്കപ്പെട്ടവര്, ഈ കൂട്ടായ്മയിൽ ഒരുപാട് അവഗണന അനുഭവിച്ച മക്കളുണ്ടെങ്കിൽ, മക്കളെ, ഈശോയുടെ നാമത്തിൽ ഞാൻ പറയുന്നു, ഇന്ന് ഈശോ നിങ്ങളുടെ അടുക്കിലേക്ക് വരും. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾ പറയും, ഈശോയെ, ഞാൻ ഒരുപാട് അവഗണിക്കപ്പെട്ടവനാണ്, ഒരുപാട് അവഗണിക്കപ്പെട്ടവളാണ് ഞാൻ, ഒരുപാട് നാണക്കേട് ഞാൻ സഹിച്ചിട്ടുണ്ട്, ഒരുപാട് അപമാനം ഞാൻ സഹിച്ചിട്ടുണ്ട്. കഴിഞ്ഞ കാലങ്ങളിൽ എനിക്ക് വന്നൊരു തെറ്റ്, അത് ആളുകളെല്ലാം കൂടെ പറഞ്ഞു വരത്തി അത് എന്നെ ചെറുതാക്കിയിട്ടുണ്ട്. ഈശോയെ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കണം. എന്റെ വീട്ടിലെ മാതാപിതാക്കൾ എന്നെ നശിപ്പിക്കാൻ പദ്ധതി കിട്ടിയിട്ടുണ്ട് കർത്താവേ. എന്റെ സഹോദരൻ, എന്റെ ഭാര്യ, എന്റെ ഭർത്താവ്, എന്റെ മക്കൾ, അവരെല്ലാം ഞാൻ അവഗണിക്കപ്പെട്ട വ്യക്തിയാ. പക്ഷെ നീ എന്നെ തേടിയാണല്ലോ വന്നത്. സർവ്വത്തിൽ പറഞ്ഞ ഹല്ലേലൂയ. മുറിവേറ്റവൻ ഒരിക്കലും ആര് മുറിവേൽപ്പിച്ചോ അവരോട് വഴക്കിടാൻ പോകരുത്. പ്രൈസ് ദി ലോർഡ്. നേരെ മറിച്ച് ആരൊക്കെ മുറിവേറ്റിട്ടുണ്ടോ അവരെല്ലാം വലിയ മുറിവുള്ളവനായ, തിരുമുറിവുള്ളവനായ ഈശോയുടെ പക്കലേക്കാണ് അവരുടെ വിഷമങ്ങളും പരാതികളും പങ്കുവെക്കേണ്ടത്. പ്രൈസ് ദി ലോർഡ്. അല്ലാണ്ട് നിന്നെ ആര് മുറിവേൽപ്പിച്ചുവോ അവരുടെ അടുക്കിലേക്കല്ല നീ പോയിട്ട് എന്റെ മുറിവ് ഉണക്കാനായിട്ട് പറയേണ്ടത്. മുറിവ് ഈ ഭൂമിയിലുള്ള ഒരു വ്യക്തിക്ക് പോലും നിന്റെ മുറിവ് ഉണക്കാൻ, നിന്റെ പ്രശ്നം മാറ്റുവാൻ
നിന്റെ സങ്കടം മാറ്റുവാൻ നിനക്കാവില്ല. അത് മാറ്റുവാനായിട്ട് ഒരാൾക്ക് പറ്റും, ഒരാൾക്ക് മാത്രം. ഈശോ പറഞ്ഞില്ലേ മത്തായി 11:28-29, അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായ നിങ്ങൾ എല്ലാവരും എന്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. സ്വരപ്പെടുത്തി പറയാം ഹല്ലേലൂയ. ഓർക്കെ പറഞ്ഞ അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായ നിങ്ങളെല്ലാവരും എന്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. സ്വരപ്പെടുത്തി പറഞ്ഞ ഹല്ലേലൂയ. നമ്മുടെ ദൈവം നമ്മളോട് കരുതലുള്ള ദൈവം, ഒരിക്കലും നമ്മെ ഉപേക്ഷിക്കില്ല, നമ്മെ കൈവിടില്ലാത്തൊരു ദൈവമാണ്. ആ ദൈവകരങ്ങളിൽ നമ്മുടെ ജീവിതം വിട്ടുകൊടുത്ത് ഇവിടെ ഇരിക്കുന്ന ഏറ്റവും തളർന്നിരിക്കുന്ന വ്യക്തിയോടും അച്ഛനെന്ന് പറയാൻ ഒറ്റ കാര്യമേ ഉള്ളൂ, നിന്നെ സ്നേഹിക്കുന്ന ഒരു നല്ല ദൈവം നിനക്കുണ്ട്. സ്വരമൂർത്തി പറഞ്ഞേ ഹല്ലേലൂയ. ഒരു നിമിഷം എഴുന്നേറ്റ് ബന്ധനങ്ങൾ അടിക്കാൻ പോവാ, വീണ്ടും അടിക്കാൻ പോവാ. ഒരു നിമിഷം എല്ലാവരും എഴുന്നേറ്റ് ഒരു വലിയ വിടുതലിന്റെ പ്രാർത്ഥന നടക്കാൻ പോയി. ഈ സമയത്ത് ഒരു കൃപ ഒടുക്കിക്കൂടി ഒടുക്കപ്പെടും. ഈ കൂട്ടായ്മയിലെ ബന്ധനം അഴിഞ്ഞു പോകും. അനേകം മക്കൾക്ക് കർത്താവിന്റെ ആത്മാവിന്റെ ശക്തി കിട്ടും, ഉറപ്പാണ്. തളർന്ന മക്കളെ ദൈവം ശക്തിപ്പെടുത്താൻ പോവുക. തളർന്ന മക്കളെ ദൈവം തന്റെ കൃപ കൊടുത്ത് കർത്താവ് ഉയർത്താൻ പോവുക. രണ്ട് കരങ്ങളും ഉയർത്തിപ്പിടിച്ച് ഹല്ലേലൂയ ഹല്ലേലൂയ. പോരാ 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 പോരാ, ഉച്ചത്തില് പോരാ. ജീസസിനെ ക്ഷീണം തളച്ചെല്ലാം പോട്ടെ. 90 പോരാ. കരങ്ങൾ ഉയർത്തി അടിച്ച് പാടാം. പോരാ.